16 വരെയുള്ള വാക്യം. മുമ്പ് ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിൽ നടിച്ച് ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നെ ഒരേ പൊതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തെ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. Now the Apostle Paul has a great burden here. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന് ഒരു വലിയ ആത്മഭാരം ഉണ്ടായിരുന്നു. And we are going to look at that burden. നാം ആ ഭാരത്തെ കുറിച്ചാണ് Let's look at the Lord in the word of prayer. നമുക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. Thank you, Lord. Our gracious God, we thank you for your presence in our midst here this morning. We thank you, Lord, for everything that has been done in this place, O God. We thank you for your presence. We thank you, Lord, for the way that you have led us this morning, Lord. Yes. Father, we pray even now you will open our eyes and our ears, O God, Hallelujah. to behold and to hear the things that you have for us. Thank you, Father. Give us words and expressions. In Jesus' name we pray. Amen. Hallelujah. Amen. Yeah, so the Apostle Paul says that, his burden is that he says that the Lord would like to bring us together and build us into one new man in Christ Jesus. അപ്പോസ്തലനായ പൗലോസിനെ പറയുന്നതായത് അദ്ദേഹത്തിന്റെ ഭാരമെന്ന് പറയുന്നത് കർത്താവ് നിങ്ങളെ വിളിച്ച് ഒന്നിച്ചാക്കിയിരിക്കുന്നത് നിങ്ങളെ ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കാനായിട്ടാണ്. Now the scripture says in verse 13, but now in Christ Jesus, ye who sometimes were far off are made nigh by the blood of Jesus Christ. ഇവിടെ പഠിക്കുന്ന 14ാമത്തെ വാക്യത്തിൽ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. Now we got to see that the body of Christ is a reality. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. Yeah, it is not something that we have in our minds or as an imagination. ഒരു സങ്കല്പം എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന എന്തോ നല്ലത്. But Paul says that the truth about the church is a reality, and why the Lord has saved us is that we may be brought together and built into the reality of the body of Christ. പൗലോസ് പറയുകയാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ നിങ്ങളെ സമീപസ്ഥരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. Now we have seen before that today we see many people call themselves to be churches. ഇന്ന് സഭകൾ എന്ന് പറയുന്നതായുള്ള അനേക ഗ്രൂപ്പുകളെ നമ്മൾ കാണുന്നുണ്ട്. But we have seen in the light of God's word, several of them do not really fall into the category of the true church or the body of believers. എന്നാൽ വേദപുസ്തകത്തിന്റെ വെളിച്ചം നമ്മൾ അവയെ വീക്ഷിക്കുമ്പോൾ വാസ്തവത്തിൽ ഇതൊന്നും തന്നെ സഭ എന്നതായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് വരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. Jesus Christ said, I will build my church and the gates of hell shall not prevail against the church. യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ്. And so we see that the Lord has not left anything for man's own imagination or man's own doing. അതുകൊണ്ട് ഒരു കാര്യവും ദൈവം യേശുക്രിസ്തു മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കോ മനുഷ്യന്റെ സ്വന്തം വഴിയിലൂടെ ചെയ്യുവാനോ വിട്ടുകൊടുത്തിട്ടില്ല. The Lord Jesus Christ in the gospel says like this. സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. He says that he will not pour the new wine into the old wine skins. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുകയില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Why the Lord will not do that? എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ചെയ്യാത്തത്? He says that I do not want to waste my new wine. കാരണം യേശുക്രിസ്തു പറയുന്നത് എന്റെ ഈ പുതിയ വീഞ്ഞിനെ അങ്ങനെ നഷ്ടമാക്കി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. In other words, the Lord is particular both about the wine skin and the wine. വേറെ എന്ത് പറയുകയാണെങ്കിൽ തുരുത്തിയെ കുറിച്ചും വീഞ്ഞിനെ കുറിച്ചും രണ്ടിനെ കുറിച്ചും ദൈവത്തിന് വളരെ താല്പര്യമുണ്ട്. Yeah, today we see there are many people who want to be the bride, they want to be the glorious church, they want to be everything for the Lord, but they are not willing for a change and align themselves in line with God's word. ഇന്ന് കർത്താവിന്റെ മഹത്വമുള്ള സഭയാകാൻ മണവാട്ടിയാകാൻ ഒക്കെ ആഗ്രഹിക്കുന്ന അനേകരുടെ ജീവിതത്തിന് ഒരു വ്യത്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കോ ദൈവവചനത്തിന്റെ ആ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിനോടുള്ള താരതമ്യപ്പെടുന്ന അനുഭവത്തിലേക്ക് വരുവാനോ സാധിക്കുന്നില്ല. But the Lord says that he wants to see us being changed and brought in line with God's word. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മൾ വ്യത്യാസപ്പെട്ടവരാൽ ദൈവവചനത്തിൻ്റെതായുള്ള ദൈവവചനത്തിനോട് താരതമ്യപ്പെടുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരുവാൻ ആഗ്രഹിക്കുന്നതാണ്. Yeah, we cannot ask the Lord to pour his new wine into the old wine skins. പഴയ തുരുത്തിയിൽ ഈ പുതിയ വീഞ്ഞ് പകരം നമുക്ക് ഒരിക്കലും ചോദിക്കാൻ അവകാശമില്ല. If you ask the Lord, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ the Lord will not pour his new wine into us. ഒരിക്കലും പുതിയ വീഞ്ഞ് നമ്മിലേക്ക് കർത്താവ് പകരുകയുമില്ല. Because the wine skin will break. കാരണം ഈ തുരുത്തി അല്ലെങ്കിൽ ആ തുരുത്തി തകർന്നു പോകും. And the wine also will be
wasted. അങ്ങനെ പുതിയ വീഞ്ഞ് നഷ്ടമായി പോകും. But the Lord wants us to be a new wineskin today. എന്നാൽ ഇന്ന് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒരു പുതിയ തുരുത്തി ആവണമെന്നാണ്. A new wineskin willing to be flexible and willing to move in the direction of the Holy Spirit. പുതിയ തുരുത്തി അഥവാ മയമുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള ഏത് ദിശയിലേക്ക് നമ്മളെ വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്ന ഒരു അനുഭവം നമ്മളായി And തീരേണ്ടതായിട്ടുണ്ട്. therefore, as the Lord has gathered us in these days, we need to be a people who are flexible and willing to move in the direction of the Holy Spirit in our life. അതുകൊണ്ട് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മയമുള്ളവരായി ദൈവം നമ്മളെ നയിക്കുന്ന രീതിയിൽ നമ്മൾ വ്യത്യാസം വരുത്തുവാൻ താല്പര്യമുള്ളവരായി നമ്മൾ മാറ്റപ്പെടണം. Now the Apostle Paul says in Ephesians, എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, he says that the Lord's desire is to have one new man upon this earth. ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനെയാണ് ദൈവത്തിന് ആഗ്രഹമെന്നാണ്. That is God's desire. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. God is not raising up many things. Not raising up many different things. പല പല വ്യത്യസ്തമായ കാര്യങ്ങളല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. But the Lord is raising up one thing upon this earth. ഒരൊറ്റ കാര്യത്തെ മാത്രമാണ് ദൈവം ഈ ഭൂമിയിൽ ഉയർത്തുന്നത്. And he is raising up one new man in Christ Jesus. ക്രിസ്തു യേശുവിൽ ഒരേ പുതു മനുഷ്യനെയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. You know, one day ഒരു ദിവസം the Pharisees, the children of Israel, they came to Jesus Christ and asked the question. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കൂടി യേശുവിന്റെ അടുക്കൽ വന്നൊരു ചോദ്യം ചോദിച്ചു. We see that in Matthew chapter 19 and verse 8. മത്തായി 19:8 വാക്യം. Matthew chapter 19 and verse 8. മത്തായി 19:8. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശെ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. Yeah. You know, there are several people who come and ask me, brother, if God's desire was one new man, one company of people, why are there so many divisions today in the Christian world? ചില ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്, സഹോദര, യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം ക്രിസ്തുവിൽ ഒരൊറ്റ പുതു മനുഷ്യനെ ഉണ്ടാക്കാനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആത്മീയ ലോകത്ത് അനേക ഗ്രൂപ്പുകളെ കാണുന്നത്? You know, it is exactly as the Lord Jesus Christ mentioned here. ഇവിടെ യേശു ക്രിസ്തു പ്രതിപാദിച്ചതുപോലെ തന്നെയാണ്. You know, they came and asked him, then why did Moses command to give writing of divorcement and to put her away? Verse 7. ഏഴാമത്തെ വാക്യത്തിൽ എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്തെന്ന് ചോദിച്ചു. And he said unto them, Moses, because of the hardness of your hearts, suffered you to put away your wives, but from the beginning it was not so. അവരവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്ര ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. So we see that from the beginning God's desire is not to have divisions and groups and all kinds of denominations in the church world. ആദ്യം ദൈവം ഇതൊക്കെ വിഭാവനം ചെയ്തപ്പോൾ ഈ വിധത്തിലുള്ളതായിട്ടുള്ള തർക്കങ്ങളും ഗ്രൂപ്പിസവും പലവിധമായ ചിന്താഗതികളും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു ദൈവം വിഭാവനം But ചെയ്തത്. then why do we have divisions and groups today? എന്തുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഈ ആത്മീയ ലോകത്ത് ഇത്രമാത്രം ഗ്രൂപ്പുകളൊക്കെ കാണുന്നത്? The reason is that the hardness of their hearts. കാരണം വിശ്വാസികളുടെ ഹൃദയത്തിന്റെ കാഠിന്യം. They are not open to God, and therefore there are many divisions and groups today. ദൈവത്തിന് മുമ്പാകെ തുറന്നൊരു ഹൃദയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ കാഠിന്യ ഹൃദയമുള്ളതായതുകൊണ്ട് ഇന്ന് ആത്മീയ ലോകം വിഭാഗിക്കപ്പെടുകയാണ്. Now that is the main reason. ഇതാണ് പ്രധാനമായ കാരണം. But from the beginning that was not God's intention. എന്നാൽ ആദ്യം മുതൽ ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ അല്ലായിരുന്നു, ഉദ്ദേശം അങ്ങനെ അല്ലായിരുന്നു. As we read in the book of Ephesians chapter 4, എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. we see about one body, one spirit, one hope of the calling, one Lord, one faith, one baptism, one God and Father of all, who is above all and through all and in you all. 4-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമെന്ന്, ആത്മാവെന്ന്, കർത്താവൊരുവൻ, വിശ്വാസമെന്ന്, സ്നാനമെന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. So we see God's desire and God's plan from the beginning has been that there may be one company of people, one corporate man, one many-membered man, one new man in Christ Jesus. അതുകൊണ്ട് കാണാൻ സാധിക്കുന്നത് ആദ്യമുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിൽ ഒരേ ഒരു ശരീരം, പലരും ചേർന്നിട്ടുള്ള ഒരേ ഒരു ശരീരം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. This has been upon the heart of God from the very beginning.
ദൈവത്തിന്റെ ഹൃദയത്തിൽ വളരെ ആരംഭം മുതൽ തന്നെ ഇത് ഉണ്ടായിരുന്നു. That is why we read in Ephesians chapter 5, some of those thoughts from Genesis is reflected here. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളതായിരുന്ന ചില ചിന്തകളെ ഇവിടെ എഴുതപ്പെട്ടതായിട്ട് കാണുന്നത്. It says that, let us read from here verse 27 onwards. മലയാളത്തിൽ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജനത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തിയാത്രേ ചെയ്യുന്നത്. Yeah, we see here again in verse 32. Verse 31 and 32. 31, 32 വാക്യങ്ങൾ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് മറ്റിച്ചേരും, ഇരുവരും ഒരു നേരം. जाग पर उपस्थित हो. Thank you, Lord. ये कहते हैं कि हम परमेश्वर के उन योजनाओं में और उसके कार्यों में इस पृथ्वी पर होना चाहते हैं. Surely it means we need to take on. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവനും നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാദിനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. Yeah. So the Apostle Paul says that he is praying for the Ephesus church, and he says that his prayer is that the eyes of their understanding may be enlightened concerning what? Concerning the mystery with which the Lord has called them. പൗലോസ് പറയുന്നത് അവർ എഫേസു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരെ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. Yeah, and it says that is a mystery in verse 9. 9-ാമത്തെ വാക്യം അനുസരിച്ച് ഇതൊരു മർമ്മമാണ്. And he says that my prayer is that you may be enlightened about this wonderful purpose and hope of calling. ഈ വിളിയുടെ അല്ലെങ്കിൽ പ്രത്യാശയെ കുറിച്ച് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പൗലോസ് അവരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. Now the people in Ephesus, they were those who repented, baptized in the Holy Spirit. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ആത്മാഭിഷേകം പ്രാപിച്ചവരുമായ വിശുദ്ധന്മാരാണ് എഫേസു സഭയിലുള്ളത്. But he says to them, my prayer for you, brethren, is that your eyes may be enlightened. അതുകൊണ്ട് അവർ പറയുകയാണ്, എന്റെ നിങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നാണ്. That you may receive wisdom and revelation of the Lord Jesus Christ. നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. And then in chapter 2 he says, അതിനുശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, he says that we have been brought together by the Lord Jesus Christ for a purpose. യേശുക്രിസ്തു നിങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. To make the twain into one new man. ഇരുവശത്തെയും ഒന്നാക്കുവാൻ വേണ്ടി, ഒരേ മനുഷ്യനാക്കുവാൻ വേണ്ടിയാണ്. And then he says, വീണ്ടും പറയുകയാണ്, that we are now no more strangers and pilgrims അതിന്റെ or foreigners. 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, but we are the saints and the household of God. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. And he talks about a temple that needs to be built up for God. ദൈവത്തിന് വേണ്ടി പണിയപ്പെടേണ്ട ഒരു ദൈവ ആലയത്തെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. And then chapter 3, 3-ാമത്തെ അധ്യായത്തിൽ, it's so beautiful, it's actually continuation, but for our sake it has been put into chapters. ഇത് തുടർമാനമായ ലേഖനമാണല്ലോ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണല്ലോ ഈ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് So തിരിച്ചിരിക്കുന്നത്. after having said these things, Paul says, for this cause I Paul. അതിനുശേഷം പൗലോസ് പറയാണ്, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ. Philip, can I get my Amplified Bible, New Testament in my bag? Yes. For Apostle Paul says, for this purpose I Paul. പൗലോസ് പറയുകയാണ്, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ. ഏത് നിമിത്തം?
ഏത് നിമിത്തം? ദൈവത്തിന്റെ ആര്? You know, we got to see that the Apostle Paul was a prisoner for this cause, the cause of building the saints of God into that one new man. Praise God. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിൽ വിശുദ്ധന്മാരെ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിക്കുന്ന ആ ശുശ്രൂഷ നിമിത്തം ബന്ധനത്തിലായി കാരാഗ്രഹത്തിലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. We read that in chapter 3 verse 1 and 2. Please read in Malayalam. 3-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളാണ് വായിച്ചത്. ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിനായിരിക്കുന്നു. Ah. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടില്ലാതെ എനിക്കൊരു മർമ്മം അറിയാവുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Right. Now I will read this from the Amplified New Testament. It's a beautiful translation. ന്യൂ ടെസ്റ്റമെന്റ് വായിക്കാൻ പോകുകയാണ്. Yeah. It's good for some of us to buy these New Testaments. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ബൈബിളൊക്കെ പഠിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത് നല്ലതാണ്. Very good, it will be. Yeah. The Apostle Paul says, for this reason, because I preach that you are thus builded together. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിമിത്തം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾ എല്ലാവരും ഒന്നാകണം എന്ന് പ്രസംഗിച്ചത് നിമിത്തം I, Paul, am a prisoner of Jesus Christ for the sake and on behalf of you Gentiles. പൗലോസ് എന്ന ഞാൻ യേശുക്രിസ്തു നിമിത്തം നിങ്ങൾ നിമിത്തവും ഞാനൊരു കാരാഗ്രഹത്തിൽ അല്ലെങ്കിൽ ബന്ധനസ്ഥനായിരിക്കുന്നതാണ്. So the Apostle Paul says, for this reason. What reason? പൗലോസ് പറയുകയാണ് ഇത് നിമിത്തം. ഏതാണ് അതിന്റെ കാരണം? Because I preach that you are thus builded together into one man. നിങ്ങളെ ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനായി പണിയപ്പെടണം എന്ന് പ്രസംഗിച്ചത് നിമിത്തം. He says that he is a prisoner. പൗലോസ് പറയുകയാണ് പൗലോസ് ഒരു ബന്ധനസ്ഥനായി മാറിയിരിക്കുന്നു. Yeah, we need to see that when we begin to move into the truth of God's word and the burden of the Lord, we may become a prisoner in many ways in our lives. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ വചനത്തിലേക്കും ദൈവവചനത്തിലെ ആഴങ്ങളിലേക്കും നമ്മൾ കടന്ന് അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പല വിധത്തിൽ നമ്മൾ ബന്ധനസ്ഥരായി എന്ന് വന്നേക്കാം. There will be many difficulties into which we will fall in. പല പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും നമ്മൾ ചെന്ന് വീണു എന്ന് വന്നേക്കാം. But we need to know that the Apostle Paul always carried a burden upon his heart, and that was not just saving of souls, but building them into that one new man in Christ Jesus. എന്നിരുന്നാലും അപ്പോസ്തലനായ പൗലോസിന് തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഭാരമുണ്ടായിരുന്നു. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമല്ല, ആത്മാക്കളെ രക്ഷിക്കപ്പെടുന്നുള്ള ഭാരവുമല്ല, പിന്നെയോ എല്ലാ വിശ്വാസികളെയും ഇവിടെ ചേർത്ത് എഫേസസ് സഭയിലെ വിശ്വാസികളെ ചേർത്ത് ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനാക്കി പണിയപ്പെടണം എന്നുള്ളതായിരുന്നു. That they may be built into a temple or a dwelling place for God to dwell in. ദൈവത്തിന് വസിക്കുവാനുള്ള ദൈവത്തിന്റെ ഒരു ആലയമായി പണിയപ്പെടണം എന്നുള്ളതായിരുന്നു പൗലോസിന്റെ He ആഗ്രഹം. says, because I preach that you should be built together, I am a prisoner. നിങ്ങൾ എല്ലാവരും ഒന്നായി തീരണം എന്ന് പ്രസംഗിക്കുന്ന നിമിത്തം ഞാൻ കാരാഗ്രഹവാസിയായിരിക്കുന്നതാണ്. Now today there are many preachers in the gospel world, ഇന്നത്തെ സുവിശേഷ ലോകത്ത് നമുക്ക് അനേകരെ കാണാൻ സാധിക്കും. but we can see very few people who have the burden to build a house for our God to dwell in. എന്നാൽ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൈവിക ഭവനം പണിയപ്പെടണമെന്നുള്ള ഭാരമുള്ള സുവിശേഷ പ്രസംഗങ്ങളെ വളരെ വിരളമായിട്ട് കാണാൻ കഴിയും. Do you know why God has separated you? എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ വേർതിരിച്ചെന്നറിയാമോ? Do you know why God has brought you together? നിങ്ങളെ ദൈവം എന്തിനു വേണ്ടിയാ ഒന്നിച്ച് കൂട്ടിയിരിക്കുന്നറിയാമോ? That you may be builded together. Yeah. നിങ്ങളെ ഒന്നിച്ച് പണിയപ്പെടുവാൻ വേണ്ടിയാണ്. That you may be built together നിങ്ങളെ ഒന്നിച്ച് പണിയപ്പെട്ട് into that one new man in Christ Jesus. ക്രിസ്തുയേശുവിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിക്കുവാൻ That വേണ്ടിയാണ്. you may be built together into a habitation for our God to dwell in. ദൈവത്തിന് വസിക്കുവാനുള്ള ഒരു വിശുദ്ധ തിരുനിവാസമാകുവാൻ വേണ്ടിയാണ് ദൈവങ്ങളെ വേർതിരിച്ചിരിക്കുന്നത്. Then again Ephesians chapter 2 രണ്ടാം അധ്യായം എഫേസ്യ ലേഖനം verse 20. 20-ാമത്തെ വാക്യം. Yeah. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. Verse 21. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. Yeah. 22. അവനിൽ നിങ്ങളെയും നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. Praise the Lord. This is why God has separated you. ഇതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ വേർതിരിച്ചത്. In whom you are also built together into a holy habitation for God to dwell in. Praise God. അവന് നിങ്ങളെയും ദൈവത്തിന് നിവാസമാവേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു. Today many people are looking for their dwelling place. ഇന്ന് അനേക വിശ്വാസികളും
അവന്റെ വാസസ്ഥലത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. But in the scripture we read about a God who is looking for his dwelling place. എന്നാൽ വിശുദ്ധ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തനിക്ക് വസിക്കാൻ വേണ്ടി ഒരു നിവാസത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത്. And David was a sensitive man. ദാവീദ് അതുകൊണ്ട് വളരെയധികം ജാഗ്രതയുള്ള ഒരു മനുഷ്യനായിരുന്നു. One day as he was sitting down, ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ he said, Lord, I am in a big palace. I was a shepherd boy, but you are living in a tent. ആട്ടിടയനായിരുന്നു ഞാൻ രാജാവാകുകയും കർത്താവേ ഞാൻ വലിയൊരു കൊട്ടാരത്തിലാണ് വസിക്കുന്നത്. പക്ഷെ നിനക്കൊരു കൂടാരം പോലും ഇല്ലാതെ നീ വെളിപ്രദേശത്താണല്ലോ ഇരിക്കുന്നത്. Yeah, today there are very few people who realize that our God is looking for a dwelling place. ഇന്ന് ദൈവം ഒരു വിശുദ്ധ നിവാസം തന്നെ ജനത്തിന് നടുവിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസികൾ വളരെ വളരെ കുറവാണ്. And there are few preachers who can ever preach this truth today. ഈ സത്യം പ്രസംഗിക്കുന്നതായ പ്രാസംഗികരും വളരെ കുറവായി പോയിരിക്കുകയാണ്. Because many of them have not seen this vision, have not had this mystery revealed to them. അനേക ആൾക്കാർക്ക് ഈ വെളിപ്പാട് ഉണ്ടാവുകയോ ഈ രഹസ്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയോ ചെയ്തിട്ടില്ല. But beloved, we need to know that the Lord has called us, separated us, not to be another group, have a board outside and say that we are better than others, but God has separated you and me that we may be fitly framed together, builded together into a holy habitation for God to dwell in. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നാം ഒരു മെച്ചമായ കൂട്ടമാകാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു പുതിയ ബോർഡ് നമ്മൾ വെളിയിൽ വെച്ചിട്ട് ആശ്വസിക്കാൻ വേണ്ടിയുമല്ല. പിന്നെയോ ദൈവം നമ്മളെ ഒരുമിച്ചാക്കിയിരിക്കുന്നത് നാം ഒന്നായി ചേർന്ന് ഒന്നോടൊന്ന് പണിയപ്പെട്ട് ദൈവത്തിന്റെ വിശുദ്ധ തിരുനിവാസമാകുവാൻ വേണ്ടിയാണ്. Who is going to dwell? ആരാണ് വസിക്കാൻ പോകുന്നത്? God is going to dwell. Hallelujah. ദൈവമാണ് വസിക്കാൻ പോകുന്നത്. God is looking for a dwelling place. ദൈവം ഒരു വാസസ്ഥലത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That is what the Apostle Paul is sharing with the Ephesus church. എഫേസു സഭയോട് പൗലോസ് പറയുന്ന വിഷയം അത് തന്നെയാണ്. And he says, because I preach that you Gentile and you Jews should be built together into one, I am what? I am a prisoner in the hands of the Jews. ജാതീയനായ നീ യഹൂദനായ നീ കൂടെ ഒന്ന് ചേർന്ന് ദൈവത്തിന് വേണ്ടി ഒരു നിവാസമാകണം എന്ന് പ്രസംഗിക്കുന്ന നിമിത്തം പൗലോസായ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നതാണ് പൗലോസ് പറയുന്നത്. പ്രസംഗിക്കുന്നത് നിമിത്തം ഞാൻ ബന്ധനസ്ഥനാണ്. Praise the Lord. You see that? Today we see that many people do not have a revelation. They have no vision of this church. ഈ സഭ എന്ന വിഷയത്തെ കുറിച്ച് പല ആൾക്കാർക്കും ദർശനമോ വെളിപ്പാടോ ഇല്ല. Now turn with me to Ephesians chapter 3. മൂന്നാമത്തെ എഫേസ്യ ലേഖനം 2, 3, 4. 2, 3, 4 വാക്യങ്ങൾ. 2, 3, 4. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. I was born to be thy dwelling place, a home for the presence of the Lord. So let my life now be separated unto thee, that I might be what I was born to be. I was born to be thy dwelling place, a home for the presence of the Lord. So let my life now be separated unto thee, that I might be what I was born to be. So let my life now be separated unto thee, that I might be what I was born to